ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിക്രത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ തങ്ങളമാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് പോകാം. ഈ കാണുന്ന സ്ഥലമാണ് ആനമല. ആനമലയ്ക്കപ്പുറം സ്വർണ്ണമുണ്ടെന്നാണ് അവിടെ താമസിക്കുന്ന ആളുകളെല്ലാം വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ സ്വർണം എടുക്കാനായി അങ്ങോട്ട് ചെന്നവരെ എല്ലാവരെയും സ്വർണത്തിന് കാവലിരിക്കുന്ന അവിടുത്തെ പ്രേതം കൊന്നതാണ് ചരിത്രം. എന്നാൽ ആനമലയിൽ സ്വർണമുണ്ടെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാരനായ ക്ലെമന്റ് അവിടുത്തെ രാജാവിനെ വന്ന് കണ്ട്, ആനമലയിലെ സ്വർണമെടുക്കാൻ നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്താൽ അതിന് പാരിതോഷികമായി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയും. രാജാവ് പറയും, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല, കാരണം സ്വർണമെടുക്കാൻ പോയിട്ടുള്ള എല്ലാവരും മരണപ്പെട്ടിട്ടുള്ളതാണ് ചരിത്രമെന്ന്. അതിനുശേഷം നമ്മൾ കാണുന്നത് താഴ്ന്ന ജാതിക്കാർ താമസിക്കുന്ന ഒരു കുടിയാണ്. നമ്മുടെ കഥയിലെ നായകൻ തങ്ങളവും താമസിക്കുന്നത് അവിടെയാണ്. തൻ്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടൊപ്പം തങ്കളം വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടെ താമസിക്കുന്നത്. താഴ്ന്ന ജാതിക്കാരാണെങ്കിലും അവർക്കിടയിലും പൂണൂലൊക്കെ ഇട്ട് മഹാവിഷ്ണുവിനെ സേവിക്കുന്നവരും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരുടെ കുടിയിൽ വിളവെടുപ്പ് ഉത്സവം നടക്കുകയാണ്. താഴ്ന്ന ജാതിക്കാരാണെങ്കിലും തങ്ങൾക്ക് ജീവിക്കാനുള്ള നെല്ലെല്ലാം അവർ തന്നെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് നാട്ടുപ്രമാണി അവരുടെ വയലിലേക്ക് വരും. പ്രമാണിക്ക് അവർ കൃഷി ചെയ്ത് നന്നായി ജീവിക്കുന്നതൊന്നും അത്ര ഇഷ്ടമാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അന്നത്തെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് വയലിൽ തന്നെ കിടന്നുറങ്ങുമ്പോഴേക്കും തങ്കളത്തിൻ്റെ ഇളയ മകൾ അവനോട് പറയും, "അപ്പ എനിക്ക് ഉറക്കം വരുന്നില്ല, ഒരു കഥ പറഞ്ഞു തരാമോ?" എന്ന് ചോദിക്കും. തങ്കളം പറയും, "കഥയാക്കുന്നത് എന്തിനാ? ഞാൻ എൻ്റെ മുത്തച്ഛൻ്റെ കഥ തന്നെ നിന്നോട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് കഥ പറയാൻ തുടങ്ങും. തങ്കളത്തിൻ്റെ മുത്തച്ഛനായ ദ റിയൽ തങ്കളം ആനമലയ്ക്കടുത്തുള്ള പുഴയിൽ നിന്നും സ്വർണം അരിച്ചെടുക്കുകയായിരുന്നു. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുന്ന രാജാവും സൈന്യവും തങ്കളത്തെയും കൂട്ടരെയും അറ്റാക്ക് ചെയ്യും. എന്നാൽ തങ്കളം രാജാവിൻ്റെ സൈന്യത്തെയെല്ലാം അടിച്ചു വീഴ്ത്തി രാജാവിൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ തങ്കളത്തിൻ്റെ കയ്യിലിരിക്കുന്ന സ്വർണം കണ്ട് രാജാവ് തൻ്റെ സൈന്യത്തോട് പറയും, "എനിക്ക് ആ പുഴയിലുള്ള എല്ലാ സ്വർണവും വേണം. നിങ്ങൾ എല്ലാവരും പോയി ആ പുഴ അരിക്കാൻ പറയും." തങ്കളം രാജാവിനോട് പറയും, "നിങ്ങൾ എത്ര പുഴ അരിച്ചാലും സ്വർണം കിട്ടില്ല, അതിൻ്റെ അവകാശികളുടെ കയ്യിൽ മാത്രമേ സ്വർണം കിട്ടുള്ളൂ" എന്ന് പറയും. അങ്ങനെ രാജാവിൻ്റെ പട്ടാളക്കാർ ആ പുഴ അരിക്കുമെങ്കിലും അവർക്ക് ഒരു തരി സ്വർണം പോലും കിട്ടില്ല. എന്നാൽ ഇതേ സമയം രാജാവിനോടൊപ്പം ഉണ്ടായിരുന്ന നമ്പൂതിരി പയ്യൻ തൊട്ടപ്പുറത്തൊരു സ്വർണ്ണമല കാണുകയും അത് വന്ന് രാജാവിനോടും രാജാവിൻ്റെ സൈന്യത്തോടും പറയുകയും ചെയ്യും. ഇത് കേട്ട ഉടനെ തന്നെ രാജാവിൻ്റെ സൈന്യം ആ മല പൊട്ടിച്ച് സ്വർണമെടുക്കാനായി അതിൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്നാൽ മല പൊട്ടിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും ആ മലയിൽ നിന്ന് പാമ്പുകൾ ഇറങ്ങി വന്ന് രാജാവിൻ്റെ സൈന്യത്തിലുള്ളവരെ കടിക്കുകയും അവരെ അവിടെ നിന്ന് ഓട്ടിക്കുകയും ചെയ്യും. എന്നാൽ ഇതെല്ലാം കാണുകയായിരുന്ന തങ്കളം തന്നെ കടിക്കാൻ വന്ന ഒരു പാമ്പിൻ്റെ കഴുത്തറുത്ത് കൊല്ലാനായി ഒരുങ്ങുമ്പോൾ ആ പാമ്പ് തങ്കളത്തെ കടിക്കും. എന്നാൽ ആ പാമ്പ് കടിച്ചിട്ടും തങ്കളത്തിനൊന്നും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ രാജാവ് തങ്കളത്തോട്, "നിന്നെ പാമ്പ് കടിച്ചിട്ട് നീ എന്താണ് മരിക്കാത്തതെന്ന് ചോദിക്കും." എന്നാൽ തങ്കളം പറയും, "ഇതൊന്നും യഥാർത്ഥ സർപ്പങ്ങളല്ല, ഇതെല്ലാം വെറും മായ മാത്രം. ഈ സ്വർണ്ണമലയുടെ സംരക്ഷകയായ ആരതിയുടെ കൺകെട്ട് വേലകളാണെന്ന് പറയും." പാമ്പുകളൊക്കെ വെറും മായപ്പാമ്പുകളാണെന്ന് മനസ്സിലാക്കിയ രാജാവ് വീണ്ടും തൻ്റെ പട്ടാളക്കാരെ ആ മലയുടെ അടുത്തേക്ക് പറഞ്ഞുവിടും. എന്നാൽ അപ്പോഴേക്കും മലയുടെ അധികാരിയായ ആരതിയുടെ പട്ടാളക്കാരും അങ്ങോട്ടേക്ക് വന്ന് രാജാവിൻ്റെ സൈന്യത്തെ കൊന്നു തീർക്കും. എന്നാൽ രാജാവ് അപ്പോൾ തങ്കളത്തോട് പറയും, "ഈ സ്വർണം എടുക്കാൻ നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ കൃഷി ചെയ്യാൻ ഒരുപാടധികം ഭൂമി തരാമെന്ന് പറയും. അങ്ങനെ രാജാവിൻ്റെ ഓഫറിന് കൈകൊടുത്ത തങ്കളവും കൂട്ടുകാരും ആരതിയുടെ സൈന്യത്തെയും അറ്റാക്ക് ചെയ്യാനായി സ്വർണ്ണമലയുടെ അടുത്തേക്ക് പോകുകയും ആരതിയുടെ സൈന്യത്തിലുള്ള ഓരോ ആൾക്കാരെയും അവൻ കൊന്നു വീഴ്ത്തുകയും ചെയ്യും. ഒടുവിൽ അവൻ ആരതിയെയും ബന്ധിച്ച് രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. രാജാവ് അവന് "നീ വലിയൊരു ധീരനാണെന്നും പറഞ്ഞ് തൻ്റെ പടത്തലവനുള്ള കത്തി തങ്കളത്തിന് സമ്മാനമായി കൊടുക്കും. എന്നാൽ അതിനുശേഷമാണ് രാജാവിന് മനസ്സിലാകുന്നത് തങ്ങൾ സ്വന്തമാക്കിയ സ്വർണ്ണക്കട്ടകളെല്ലാം വെറും മൺകൂനകൾ മാത്രമായിരുന്നു എന്ന്. ഇതെല്ലാം ആരതിയുടെ കൺകെട്ട് വിദ്യയാണെന്ന് മനസ്സിലാക്കിയ രാജാവ് അവരുടെ കുലദൈവത്തിന്റെ കഴുത്ത് ആരതിയുടെ മുന്നിൽ വെച്ച് തന്നെ അരിഞ്ഞു വീഴ്ത്തും. ഇത് കണ്ട് കലിപൂണ്ട ആരതി രാജാവിന്റെ സൈന്യത്തിലെ ഓരോരുത്തരെയും കൊന്നു വീഴ്ത്തുമ്പോഴേക്കും തങ്കളം ആരതിയെ കുത്തും. അപ്പോഴേക്കും ആരതിയുടെ ശരീരത്തിൽ നിന്ന് വന്ന ചോര വീഴുന്ന സ്ഥലമെല്ലാം സ്വർണമായി മാറുമെന്ന് തങ്കളം തന്റെ മക്കളോട് പറയും. എന്നാൽ ഇത് കേൾക്കുന്ന തങ്കളത്തിന്റെ ഭാര്യ പറയും, "നിങ്ങളുടെ അപ്പൻ ചുമ്മാ തള്ളു പറയുകയാണ്, ഇതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന് പറയും." എന്നാൽ തങ്കളം പറയും, "ഇതെല്ലാം യഥാർത്ഥത്തിൽ നടന്നതാണ്" എന്ന്. എന്നാൽ അപ്പോഴേക്കും അവർ കൊയ്തു കൂട്ടിയിരിക്കുന്ന നെല്ലാരോ തീ വയ്ക്കുകയും അതെല്ലാം നശിപ്പിച്ചു കളയുകയും ചെയ്യും. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന പാവം ആളുകളുടെ അടുത്തേക്ക് അവിടുത്തെ നാട്ടുപ്രമാണി വന്ന ശേഷം പറയും, "നിങ്ങൾക്ക് വേണ്ടി ഈ സ്ഥലത്തിന്റെ പാട്ടപ്പണം ഞാൻ ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു, അതുകൊണ്ട് ആ പാട്ടപ്പണം കിട്ടുന്നത് വരെ നിങ്ങളെല്ലാവരും എനിക്ക് അടിമകളായി ജോലി ചെയ്യണമെന്ന് പറയും." എന്നാൽ അപ്പോഴേക്കും ഇന്നലെ രാത്രി തീയിട്ടവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ തങ്കളം രാജാവിന്റെ കൂട്ടത്തിൽ കാണുകയും തങ്കളം അങ്ങോട്ടേക്ക് പോയി അടിയുണ്ടാക്കുകയും ചെയ്യും. എന്നാൽ ജന്മിയുടെ ഗുണ്ടകൾ തങ്കളത്തെയും നാട്ടുകാരെയും അടിച്ചൊതുക്കുകയും അവർക്ക് അടുത്ത ദിവസം മുതൽ അടിമകളായി ജന്മിയുടെ വയലിൽ പണിയെടുക്കാൻ പോകേണ്ടി വരികയും ചെയ്യും. എന്നാൽ അടുത്ത ദിവസം ബ്രിട്ടീഷുകാരനായ ക്ലെമന്റും അയാളുടെ മാനേജരും കൂടി തങ്കളത്തിന്റെ ഗ്രാമത്തിലേക്ക് വരും.
മാനേജർ അങ്ങനെ ഗ്രാമത്തിലുള്ള ആളുകളോട് പറയും, ബ്രിട്ടീഷുകാരനായ ക്ലെമന്റ് സാഹിബ് വന്നിരിക്കുന്നത് ആനമലയിലുള്ള സ്വർണമെടുക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഈ നാട്ടുകാരുടെ പിൻതലമുറക്കാരായിരുന്നു മുൻപ് സ്വർണമെടുക്കാൻ ഇവിടെയുള്ളവരെ സഹായിച്ചിരുന്നത്. അതുപോലെ നിങ്ങളും ഈ ബ്രിട്ടീഷുകാരനെ സ്വർണമെടുക്കാൻ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനധികം പണം തരികയും നിങ്ങൾക്കിനി ആരുടെയും അടിമകളായി കിടക്കേണ്ടി വരികയും ചെയ്യില്ല എന്ന് പറയും. ആനമലയിൽ സ്വർണമെടുക്കാൻ പോകുന്നവരെയെല്ലാം അവിടെയുള്ള തീയ ശക്തി കൊല്ലുമെന്നറിയാവുന്ന നാട്ടുകാർ കേട്ട ഉടനെ തങ്ങൾക്കാർക്കും വരാൻ കഴിയില്ല എന്നും പറഞ്ഞ് അവരുടെ കുടികളിലേക്ക് പോകും. തിരികെ വീട്ടിലെത്തിയ തങ്കളം തൻ്റെ ഭാര്യയോട് പറയും, ഞാൻ എന്തായാലും സ്വർണമെടുക്കാൻ സഹായിക്കാൻ അവരോടൊപ്പം പോവുകയാണ് എന്ന്. ഭാര്യ അവനെ തടയാൻ ശ്രമിക്കുമെങ്കിലും നമ്മുടെ എല്ലാം ജീവിതം ഇതോടുകൂടി മാറും, നമുക്കിനി ആരുടെയും അടിമകളായി കിടക്കേണ്ടി വരില്ല, ആ സായിപ്പ് നമുക്ക് ഒരുപാടധികം പണം തരുമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം തൻ്റെ മകനെയും കുറച്ച് കൂട്ടുകാരെയും കൂട്ടി തങ്കളം സായിപ്പിനോടൊപ്പം പോകാനായി ഒരുങ്ങും. എന്നാൽ അവരെ കൊണ്ടുപോകുന്നത് സായിപ്പായതുകൊണ്ട് തന്നെ പ്രമാണിക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർ കാട്ടിലൂടെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഒടുവിൽ അങ്ങ് ദൂരെ പൂർണ്ണമുള്ള ആനമല അവർ കാണും. അങ്ങനെ അവർ കാട്ടിലൂടെ വീണ്ടും ഒരുപാട് ദൂരം നടക്കുമ്പോഴാണ് ഒരു വലിയ പുഴ കാണുന്നത്. അങ്ങനെ അവർ ആ കുത്തൊഴുക്കുള്ള പുഴ സാവധാനം മുറിച്ചു കടക്കാൻ ഒരുങ്ങുമ്പോഴാണ് സ്വർണ്ണമലയുടെ കാവൽക്കാരിയായ ആരതി തങ്കളത്തിന്റെ കാലിൽ പിടിച്ച് വെള്ളത്തിലേക്ക് മുക്കുന്നു. തങ്കളത്തിന്റെ കൂടെയുള്ളവർക്ക് തങ്കളം മുങ്ങിപ്പോകുന്നത് മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. ആരതി മുക്കുന്നതൊന്നും അവർ കണ്ടിരുന്നില്ല. ഒടുവിൽ തങ്കളത്തിന്റെ കൂട്ടുകാർ തന്നെ അവനെ രക്ഷിച്ച് കരയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ വീണ്ടും യാത്ര തിരിക്കുമ്പോൾ തങ്കളം സായിപ്പിനോട് വന്ന് പറയും, പോകുന്ന വഴി തെറ്റാണ്, നമുക്ക് ആനമലയിലേക്കാണ് പോകേണ്ടതെന്ന്. തങ്കളത്തിന്റെ ഭാഷ മനസ്സിലാവാത്ത സായിപ്പിന് കൃത്യമായി തങ്കളം എന്താണ് പറഞ്ഞതെന്നൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു സായിപ്പ് തങ്കളത്തോട് പറയും, നീ എൻ്റെ ഫ്രണ്ട് ക്ലെമന്റിനോട് അധികം സംസാരിക്കണ്ട, നിന്നെ കണ്ടാലേ അറിയാം നീ ഒരു ഡെവിളാണെന്ന്. അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് സ്വർണ്ണമുണ്ടെന്ന് കരുതുന്ന ഒരു സ്ഥലത്ത് അവർ അന്നാ രാത്രി ക്യാമ്പ് അടിക്കും. എന്നാൽ അന്ന് രാത്രി തങ്കളം സായിപ്പിന്റെ അടുത്ത് വന്ന് പറയും, ഇവിടെയല്ല ആനമലയുടെ അടുത്താണ് സ്വർണ്ണമുള്ളതെന്ന്. തങ്കളം പറയുന്നതൊന്നും സായിപ്പ് വലിയ കാര്യമായി എടുത്തില്ല. എന്നാൽ അടുത്ത ദിവസം അവിടെയെല്ലാം അവർ കുഴിച്ചു നോക്കുമെങ്കിലും കുറച്ച് വെള്ളിയും വെങ്കലവും അല്ലാതെ അവർക്ക് മറ്റൊന്നും തന്നെ അവിടെ നിന്ന് കിട്ടിയില്ല. തൊട്ടടുത്ത ദിവസം രാവിലെ തങ്കളത്തിന്റെ കൂട്ടുകാരൻ അവിടെ വലിയൊരു കുളം കാണുകയും ആ കുളത്തിനുള്ളിൽ സ്വർണം കാണുമെന്നും പറഞ്ഞ് അവൻ കുളത്തിലേക്ക് എടുത്ത് ചാടുകയും ചെയ്യും. എന്നാൽ കുളത്തിലേക്ക് എടുത്ത് ചാടിയ തങ്കളത്തിന്റെ കൂട്ടുകാരൻ കുളത്തിനുള്ളിൽ താനൊരു തല കണ്ടു എന്നും പറഞ്ഞ് പേടിച്ച് മുകളിലേക്ക് കയറി വരും. എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ തങ്കളത്തിന്റെ മകൻ കുളത്തിനുള്ളിലേക്ക് ചാടി ആ തല എടുത്തുകൊണ്ട് മുകളിലേക്ക് വരും. എന്നാൽ ആ തല കാണുമ്പോൾ തന്നെ തങ്കളത്തിന് മനസ്സിലാവും തന്റെ മുത്തച്ഛന്റെ കാലത്ത് ആ രാജാവ് ആരതിയുടെ കുലദൈവത്തിന്റെ തല അറുത്തു വീണ ആ തലയാണ് ഇതെന്ന്. എന്നാൽ ഇതേ സമയം അങ്ങ് ദൂരെ ഇതെല്ലാം നോക്കിക്കൊണ്ട് ആരതി നിൽക്കുന്നത് തങ്കളം മാത്രം കാണും. എന്നാൽ അപ്പോഴേക്കും ക്ലെമന്റ് സാഹിബിന്റെ കൂട്ടുകാരൻ പറയും, ഇവിടെയൊന്നും സ്വർണം നോക്കിയിട്ട് കിട്ടിയില്ലല്ലോ, അപ്പോൾ സ്വർണം എവിടെയാണ് ഉള്ളതെന്ന്. അങ്ങ് ദൂരെയുള്ള ആനമല ചൂണ്ടിക്കാണിച്ച് തങ്കളം അവിടെയാണ് സ്വർണമുള്ളതെന്ന് പറയും. അതിനുശേഷം തങ്കളത്തിന്റെ മകൻ അവനോട് ചോദിക്കും, അപ്പോൾ അപ്പ പറഞ്ഞ കഥയെല്ലാം സത്യമാണല്ലേ, രാജാവ് വെട്ടിയ കുലദൈവത്തിന്റെ തലയാണല്ലേ ഞാൻ മുങ്ങിയെടുത്തതെന്ന് ചോദിക്കും. പെട്ടെന്ന് അവർക്ക് നേരേക്ക് ഒരു കറുത്ത പുലി ചാടുകയും അവരെ അറ്റാക്ക് ചെയ്യാനായി വരികയും ചെയ്യും. എന്നാൽ ക്ലെമന്റ് സാഹിബിനെ അറ്റാക്ക് ചെയ്യുന്ന പുലിയെ തങ്കളം ഒറ്റയ്ക്ക് ചെന്ന് കുത്തിക്കൊല്ലും. ഇതിനുശേഷം ക്ലെമന്റ് സാഹിബ് തൻ്റെ കൂട്ടുകാരനോട് പറയും, ഈ തങ്കളം പറയുന്നതിലും കാര്യമുണ്ട്, ഇനി നമ്മളെ അവൻ ലീഡ് ചെയ്യട്ടെ, അവൻ പറയുന്ന സ്ഥലത്തേക്ക് പോയി നമുക്ക് സ്വർണം സെർച്ച് ചെയ്യാമെന്ന് പറയും. അങ്ങനെ തങ്കളം സാഹിബിനെയും കൊണ്ട് സ്വർണത്തിന്റെ അടുത്തേക്ക് വരുന്നത് ദൂരെ നിന്ന് ആരതി കാണും. ആരതിയും കൂട്ടുകാരും വന്ന് സാഹിബിനെയും തങ്കളത്തെയും അറ്റാക്ക് ചെയ്യുകയും അവിടെ വലിയൊരു യുദ്ധം തന്നെ നടക്കുകയും ചെയ്യും. ആരതിയുടെ സൈന്യത്തെ തങ്കളം യുദ്ധം ചെയ്ത് ഓട്ടിക്കും. അങ്ങനെ തങ്കളം പറഞ്ഞതനുസരിച്ച് സ്വർണത്തിന്റെ അടുത്തേക്ക് പോയ സായിപ്പിന് ഒടുവിൽ സ്വർണത്തിന്റെ സാമ്പിൾ കിട്ടുകയും സ്വർണം അവിടെ ഉണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. സായിപ്പ് തങ്കളത്തിന്റെ അടുത്ത് വന്ന്, നീ എൻ്റെ സുഹൃത്താണ്, നിന്നെ കാരണമാണ് എനിക്ക് ഇത്രയും വലിയ സ്വർണമുള്ള സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞത് പറഞ്ഞ് തങ്കളത്തെ കെട്ടിപ്പിടിച്ച ശേഷം തങ്കളത്തിന് കുറെ അധികം പണവും കൊടുക്കും. സായിപ്പ് കൊടുത്ത പണവും കൊണ്ട് ഒരു കുട്ടി സായിപ്പായി തങ്കളം തിരികെ നാട്ടിലേക്ക് വരും. തങ്കളത്തെ കാണുമ്പോൾ തങ്കളത്തിന്റെ ഭാര്യയും പെൺമക്കളും ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും നാട്ടുകാർക്കെല്ലാം സന്തോഷമാവുകയും ചെയ്യും. അതിനുശേഷം തങ്കളം നേരെ തോക്കുമെടുത്ത് നാട്ടുപ്രമാണിയുടെ അടുത്തേക്കാണ് പോകുന്നത്. നാട്ടുപ്രമാണിക്കുള്ള പണവും കൊടുത്ത് തങ്ങളുടെ ഭൂമിയുടെ ആധാരവും വാങ്ങിയ ശേഷം പ്രമാണിയോട് പറയും, ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ വന്നാൽ നിങ്ങളെ ഞാൻ വെടിവെച്ച് കൊല്ലുമെന്ന്. എന്നിട്ട് തങ്കളം കുടിയിലുള്ള തന്റെ ആൾക്കാരെയെല്ലാം വിളിച്ചു കൂട്ടിയ ശേഷം പറയും, സ്വർണമുള്ള സ്ഥലം ഞാനും സായിപ്പും കണ്ടുപിടിച്ചിട്ടുണ്ട്, സായിപ്പിന് എന്നോട് വലിയ കാര്യമാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നോടൊപ്പം സ്വർണം കുഴിച്ചെടുക്കാൻ വരികയാണെങ്കിൽ സായിപ്പിന്റെ കയ്യിൽ നിന്ന് കുറേയധികം പണവും സ്വർണത്തിന്റെ വിഹിതവും വാങ്ങിച്ചു തരാം, നമ്മുടെ കുട്ടികളെങ്കിലും നന്നായി ജീവിക്കട്ടെ എന്ന് പറയും. തങ്കളം തന്റെ നാട്ടുകാരെയും കൊണ്ട് സായിപ്പിന്റെ അടുത്തേക്ക് വരുമ്പോൾ സായിപ്പിന്റെ മാനേജർ തങ്കളത്തോട് വന്ന് പറയും, നിന്റെ ആളുകളെയും കൊണ്ട് ലേബർ ക്യാമ്പിലേക്ക് പോവാൻ പറയും. അതിനുശേഷം ക്യാമ്പിലുണ്ടായിരുന്ന തങ്കളത്തിന്റെ കൂട്ടുകാർ വന്ന് പറയും, നീ പോയ ശേഷം ഇവിടെയെല്ലാം മാറി, കുറെ പേർ ഇങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ ക്യാമ്പിനെല്ലാം തീ വെച്ചു.
അതിനുശേഷം നിന്റെ മകൻ എന്തൊക്കെയോ പിച്ചും പിഴിയും പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സായിപ്പന്മാർ അവനെ പിടിച്ചു കെട്ടി എന്ന് പറയും. എന്നാൽ അവിടെ തീ വെച്ചത് ആരതിയുടെ ആൾക്കാരാണെന്ന് തങ്കളത്തിന് മനസ്സിലായിരുന്നു. ഇത് കേട്ട ഉടനെ തങ്കളവും ഭാര്യയും തങ്ങളുടെ മകനെ രക്ഷിക്കാനായി അവനെ കെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലും. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ തങ്കളത്തെ അറ്റാക്ക് ചെയ്യും. ഇത് കണ്ട് സായിപ്പ് അങ്ങോട്ടേക്ക് വന്ന് തങ്കളത്തോട് സോറി പറഞ്ഞ ശേഷം സോറി തങ്കളം, ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറയും. അതിനുശേഷം തങ്കളം സ്വർണം കുഴിച്ചെടുക്കാനായി കൊണ്ടുവന്ന നാട്ടുകാരോട് പറയും, തങ്കളം എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടവനാണ്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ഞാൻ നല്ല പണം തരും, എനിക്ക് കിട്ടുന്നതിൽ നിന്ന് നല്ലൊരു വിഹിതവും തരുമെന്ന് പറയും. നാട്ടുകാർക്ക് തങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നല്ല പണം കിട്ടുമെന്ന് അറിയുമ്പോൾ വലിയ സന്തോഷമാകും. അങ്ങനെ അടുത്ത ദിവസം തന്നെ സ്വർണം കുഴിച്ചെടുക്കാനായി തങ്കളം കൊണ്ടുവന്ന ആൾക്കാരെല്ലാവരും പണിയെടുക്കാൻ തുടങ്ങും. പണി ചെയ്ത് കഴിയുമ്പോഴേക്കും എല്ലാ ദിവസവും വൈകുന്നേരം അവർക്ക് നല്ല ആഹാരവും കുറെ അധികം പണവും ലഭിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു മലയുടെ സൈഡിൽ സ്വർണ്ണമാണ് തിളങ്ങുന്നതെന്നും കരുതി സായിപ്പിന്റെ കൂട്ടുകാരൻ കൈവച്ച് നോക്കുമ്പോൾ അതൊരു പാമ്പായിരുന്നു. ആ പാമ്പ് സായിപ്പിന്റെ കൂട്ടുകാരനെ കടിക്കും. അപ്പോഴേക്കും കുറേയധികം പാമ്പുകൾ അങ്ങോട്ടേക്ക് വന്ന് അവിടെയുള്ള ആളുകളെ കടിക്കാനായി വരും. എന്നാൽ ആ പാമ്പുകളിൽ ഒന്ന് തങ്കളത്തിന്റെ ഇളയ മകളെയും കടിക്കും. എന്നാൽ ഇതെല്ലാം തന്നെ ദൂരെ നിന്ന് ആരതി കാണുന്നുണ്ടായിരുന്നു. ആരതിയാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ദിവസങ്ങളോളം അവർ സ്വർണത്തിനായി പണിയെടുക്കും. പട്ടിയെപ്പോലെ പണിയെടുത്തിട്ടും അവർക്ക് സ്വർണം കണ്ടെത്താനായില്ല. ഇപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറഞ്ഞു വന്നു. പലർക്കും ആഹാരം പോലും കഴിക്കാൻ കിട്ടാത്ത അവസ്ഥയായിരുന്നു അവിടെ. ഓരോ ദിവസം കഴിയും തോറും ജോലിക്കാരെ ഓരോരുത്തരായി തളർന്നു വീണുകൊണ്ടേയിരുന്നു. അവരുടെ കൂട്ടത്തിലുള്ളവരുടെ മനോവീര്യം നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ തങ്കളം ഒരു ദിവസം രാത്രി അവരോട് പറയും, എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ആ മല പൊളിക്കാൻ കഴിയും, അതിനുള്ളിൽ സ്വർണ്ണമുണ്ട്, സ്വർണം കിട്ടിയാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതം മാറുമെന്ന് പറഞ്ഞു. തങ്കളം അവരെ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് ആ പാറ പൊളിക്കാനായി കൊണ്ടുപോകും. അങ്ങനെ അന്ന് രാത്രി ആ പാറ പൊട്ടിച്ച് ആ പാറയ്ക്കുള്ളിൽ സ്വർണ്ണമുള്ള സ്ഥലത്തേക്ക് അവർ എത്തും. മുകളിൽ നിന്ന് സ്വർണം പൊട്ടിച്ച് തങ്കളം മുകളിലേക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ കിട്ടിയ സ്വർണത്തിൽ നിന്ന് തങ്ങൾക്ക് അവകാശപ്പെട്ട സ്വർണം ആ ജോലിക്കാരിൽ പലരും എടുത്തപ്പോൾ സ്വർണം കിട്ടിയപ്പോഴേക്കും വാക്കുമാറ്റി പറഞ്ഞ സായിപ്പ് പറയും, ഈ സ്വർണമെല്ലാം എന്റേതാണ്, ഇതിൽ നിന്ന് ഒരു തരി സ്വർണം പോലും നിനക്കൊന്നും തരില്ല എന്നും പറഞ്ഞു അവരിൽ പലരെയും വെടിവെച്ച് കൊല്ലും. എന്നാൽ അപ്പോഴാണ് സായിപ്പിന് മനസ്സിലാകുന്നത് തൻ്റെ കയ്യിലിരിക്കുന്നത് സ്വർണമല്ല, സ്വർണത്തെ പോലെയുള്ള മണ്ണ് മാത്രമാണ് എന്ന്. എന്നാൽ അപ്പോഴേക്കും ആരതിയും കൂട്ടുകാരും അവരെ അറ്റാക്ക് ചെയ്യാനായി വളഞ്ഞിരുന്നു. എന്നാൽ ആരതിയെ കാണുന്ന തങ്കളന്റെ മൈൻഡിലൂടെ പെട്ടെന്ന് എന്തൊക്കെയോ കടന്നു പോകും. എന്നാൽ അപ്പോഴാണ് അവന്റെ മനസ്സിൽ വരുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് താനും ആരതിയും ഒക്കെ ഒരു കുലത്തിൽ ജനിച്ചവരായിരുന്നു. ആരതിയുടെയും അവിടെ ഉണ്ടായിരുന്ന ആളുകളുടേതുമായിരുന്നു ഈ സ്വർണ്ണം. താനും അവരിൽ ഒരാളിൽ പെട്ടവരായിരുന്നു എന്ന് തങ്കളന് മനസ്സിലാകുന്നത്. എന്നാൽ അപ്പോഴേക്കും ആരതിയെ അടിക്കാൻ ഒരുങ്ങുന്ന സായിപ്പിനെ തങ്കളൻ അടിച്ചു വീഴ്ത്തും. ആരതിക്കും മനസ്സിലാകും തങ്കളന് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു എന്ന്. തങ്കളൻ ആ സായിപ്പിനെ അടിച്ചു വീഴ്ത്തും. എന്നാൽ അപ്പോഴേക്കും ആ സായിപ്പ് അവിടെയുള്ള വാളെടുത്ത് ആരതിയുടെ വയറ്റിൽ വെട്ടും. എന്നാൽ അപ്പോഴേക്കും തങ്കളൻ ആ സായിപ്പിനെ കുത്തിക്കൊല്ലും. ഇങ്ങനെ മരിക്കുന്നതിന് മുമ്പ് ആരതി തങ്കളനോട് പറയും, ഇത്രയും കാലം നമ്മുടെ ആൾക്കാർക്ക് ഈ സ്വർണം കിട്ടാൻ വേണ്ടി ഞാൻ കാവലിരുന്നു, ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് യഥാർത്ഥ സ്വർണമുള്ള സ്ഥലം തങ്കളൻ അവൾ കാണിച്ചു കൊടുക്കും. ഇങ്ങനെ ആരതി പറഞ്ഞ വഴിയെ ഇറങ്ങിയ തങ്കളൻ ഒടുവിൽ സ്വർണം എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും അവിടെ നിന്ന് സ്വർണം എടുത്ത് മുകളിലേക്ക് വന്ന് തൻ്റെ ആൾക്കാർക്കെല്ലാം കാണിച്ചു കൊടുക്കുകയും അവർക്കെല്ലാവർക്കും സന്തോഷമാവുകയും ചെയ്യും. സ്വർണം യഥാർത്ഥ അവകാശികളുടെ കയ്യിൽ തന്നെ വന്നുപെടും. ഈ ഒരു സീനോടുകൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.